ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. എറണാകുളം ജില്ലയിലെ പ്രസിദ്ധമായ ദേവീക്ഷേത്രമാണ് ചോറ്റാനിക്കര. മേലേക്കാവ്, കീഴേക്കാവ് എന്ന് 2 ആരാധനാസ്ഥാനങ്ങൾ ഇവിടെയുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ പ്രദേശത്തെത്തിയ വില്വമംഗലം സ്വാമിയാർക്ക് ദേവിയുടെ സ്വപ്ന ദർശനമുണ്ടായി എന്നും സമീപത്തുള്ള കുളത്തിൽ നിന്നും ലഭിച്ച ദേവീ വിഗ്രഹത്തെ അദ്ദേഹം ഇവിടെ പ്രതിഷ്ഠിച്ചുമെന്നുമാണ് ഐതിഹ്യം. വിഗ്രഹത്തിൽ ദേവീ ചൈതന്യം ഉഗ്രമായിരുന്നതിനാൽ അതിലെ ഭദ്രകാളി ചൈതന്യത്തെ ആവാഹിച്ച് കീഴേക്കാവിലും ലക്ഷ്മി ചൈതന്യം ആവാഹിച്ച് മേലേക്കാവിലും പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രത്തിലെ പ്രധാന വിശേഷ ദിവസം മകം തൊഴലാണ്. ഇവിടെ നിന്നാണ് കേരളത്തിലെ മറ്റു പല ക്ഷേത്രങ്ങളിലും ഈ ആചാരം പ്രചാരത്തിലെത്തിയത്. മകം തൊഴലിന്റെ മഹാസന്ധ്യയിൽ ലക്ഷ്മി സാന്നിധ്യത്തോടെ നമുക്ക് സന്ധ്യാദീപം ആരംഭിക്കാം. ആറ്റുകാലിലമ്മേ അമ്മേ ആറ്റുനോറ്റു വന്നു ഞങ്ങൾ നിൻ പദാരവിന്ദം തേടും ഭക്തഷഡ്പദങ്ങൾ. കാപ്പുകെട്ടി കുടിയിരുത്തുന്നതോടെയാണ് ആറ്റുകാൽ ക്ഷേത്രോത്സവം ആരംഭിക്കുന്നത്. ക്ഷേത്രത്തിലെ ദൈനംദിന പൂജകളെല്ലാം ഉത്സവകാലത്തും ക്രമമായി നടക്കും. അതുകൂടാതെ തന്നെ ഉത്സവകാലത്തെ പ്രത്യേക ചടങ്ങുകളും ഉണ്ടാകും. കൊടുങ്ങല്ലൂരിൽ നിന്നും അമ്മയെ ആദരവോടെ സ്വീകരിച്ച് കുടിയിരുത്തി പാട്ടുപാടി പ്രീതിപ്പെടുത്തുന്നതിനാൽ തോറ്റം പാട്ടിലെ കഥാഗതിക്ക് അനുസരിച്ചുള്ള ചില ചടങ്ങുകൾ കൂടി ഉത്സവകാലത്ത് ക്ഷേത്രത്തിൽ അരങ്ങേറുന്നു. 3-ാം നാളിലെ വിവാഹം ഉത്സവത്തിനുള്ളിലെ ഉത്സവമാണ്. പാണ്ഡ്യൻ പാലകനെ കഴിവേറ്റുന്ന ദിവസം ആദരസൂചകമായി നട തുറക്കുന്നത് വൈകും. തട്ടാരെയും പാണ്ഡ്യനെയും വകവരുത്തി മധുരയിൽ തീ പടർത്തി വരുന്ന കണ്ണകിയുടെ മനസ്സിൽ കോപാഗ്നിയായിരുന്നു. അത് ശമിപ്പിക്കാനാണ് വിവിധ ചടങ്ങുകളിലൂടെ ദേവിയെ പ്രീതയാക്കാൻ ശ്രമിക്കുന്നത്. പൊങ്കാല നിവേദ്യം എന്നതുപോലെ ആറ്റുകാൽ ഉത്സവത്തിലെ ഒരു പ്രധാന ആഘോഷമാണ് വിളക്കുകെട്ട്. കമുകിന്റെ തടി ചീകി മിനുക്കിയതും തെങ്ങോല മടലും പാഴപ്പിണ്ടിയും പോളയും കുരുത്തോലയും എല്ലാം ഉപയോഗിച്ചാണ് വിളക്കുകെട്ടുകൾ ഉണ്ടാക്കുക. വിവിധ ആവശ്യങ്ങൾ സാധിക്കുന്നതിനായി ഭക്തർ വിളക്കുകെട്ട് നേർച്ചയായി നടത്താറുണ്ട്. നേർച്ചക്കാരുടെ വീട്ടിന് സമീപത്ത് നിന്ന് വിളക്കുകെട്ട് തലയിലേന്തി നഗ്നപാതരായി ചുവടുവെച്ച് ക്ഷേത്രത്തിലെത്തുകയും ക്ഷേത്രത്തിന് 3 പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യുന്നതോടെയാണ് വിളക്കുകെട്ട് നേർച്ച അവസാനിക്കുക. വിളക്കുകെട്ട് നേർച്ചയായി നടത്തുന്നവർ അത് തലയിലേറ്റാൻ ഒരാളെ കണ്ടെത്തേണ്ടതുണ്ട്. നേർച്ചക്കാരനും വിളക്കുകെട്ടെടുക്കുന്ന ആളും ഉത്സവകാലത്ത് വ്രതം അനുഷ്ഠിക്കേണ്ടതുണ്ട്. ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെയാകും വിളക്കുകെട്ട് ക്ഷേത്രത്തിലെത്തുക. പൊങ്കാല തലേന്ന് വരെ മാത്രമാണ് വിളക്കുകെട്ടിന് അനുമതിയുള്ളത്. ആറ്റുകാൽ ഉത്സവകാലമായാൽ തിരുവനന്തപുരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വിളക്കുകെട്ടുകൾ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുകയായി. നഗരത്തിന്റെ ഓരോ നാഡീ ഞരമ്പുകളിലും പുളകം വിതച്ചുകൊണ്ട് ആഘോഷത്തിന്റെയും ഭക്തിയുടെയും പ്രവാഹങ്ങൾ ഒഴുകിയെത്തുമ്പോൾ ഈ തിരുനട സകല ഭക്തരുടെയും ഹൃദയമായി തുടിക്കുന്നു. ആറ്റുകാലിലമ്മേ അമ്മേ ആറ്റുനോറ്റു വന്നു ഞങ്ങൾ നിൻ പദാരവിന്ദം തേടും ഭക്തഷഡ്പദങ്ങൾ. രൗദ്ര സൗമ്യഭാവങ്ങളിൽ രുദ്രയും ഭദ്രയുമാകുന്ന ഭദ്രകാളി അടിസ്ഥാന വർഗത്തിന്റെ ആരാധനാമൂർത്തിയാണ്. പ്രൗഢമായ ശ്ലോകങ്ങളും പ്രാർത്ഥനകളും മന്ത്രങ്ങളുമൊക്കെയുണ്ടെങ്കിലും നാടൻ ശീലുകളിലാണ് ഭദ്രകാളി ഏറെ വാഴ്ത്തപ്പെടുന്നത്. നാടൻ പാട്ടുകൾ, മുടിയാട്ട്, കാളിയൂട്ട്, മുടിയേറ്റ്, തോറ്റം മുതലായ അനുഷ്ഠാന കലകളിലെല്ലാം തികച്ചും അടിച്ചമർത്തപ്പെട്ടവന്റെ ഉണർത്തുപാട്ടുപോലെ അമ്മയുടെ വാഴ്ത്തുക്കൾ കേൾക്കാം. ഇനി സന്ധ്യാനാമത്തിന്റെ സമയമാണ്. ശംഭോ ശങ്കര ഗൗരീശ ശിവ ശിവ ശങ്കര ഗൗരീശ. ഓം നമഃ ശിവായ ഓം നമഃ ശിവായ. കുംഭോദ്ഭവനുത ഗൗരീശ ശിവ ശിവ ശങ്കര ഗൗരീശ.
ശങ്കര ഗൗരീശ ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. സോമകലാധര ഗൗരീശ ശിവ ശിവ ശങ്കര ഗൗരീശ കൈലാസാധിപ ഗൗരീശ ശിവ ശിവ ശങ്കര ഗൗരീശ ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ശൈലസുതാപതി ഗൗരീശ ശിവ ശിവ ശങ്കര ഗൗരീശ ഘോരാന്ധകാരേ ഗൗരീശ ശിവ ശിവ ശങ്കര ഗൗരീശ ശ്രീരാമ പൂജിത ഗൗരീശ ശിവ ശിവ ശങ്കര ഗൗരീശ ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഗുരുവരുണാലയ ഗൗരീശ ശിവ ശിവ ശങ്കര ഗൗരീശ ഭൂരി കൃപാലയ ഗൗരീശ ശിവ ശിവ ശങ്കര ഗൗരീശ ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. നാരദ സേവിത ഗൗരീശ ശിവ ശിവ ശങ്കര ഗൗരീശ നാരകമോചന ഗൗരീശ ശിവ ശിവ ശങ്കര ഗൗരീശ ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. കൃത്തപുരത്രയ ഗൗരീശ മൃത്യുഞ്ജയ ഹര ഗൗരീശ കൃത്തപുരത്രയ ഗൗരീശ മൃത്യുഞ്ജയ ഹര ഗൗരീശ മൃത്യുഞ്ജയ ഹര ഗൗരീശ മൃത്യുഞ്ജയ ഹര ഗൗരീശ. വിവിധ ദേവീക്ഷേത്രങ്ങളിൽ മൂർത്തിഭാവമനുസരിച്ച് തൃക്കാർത്തിക, കുംഭഭരണി, മീനഭരണി തുടങ്ങിയവയാണ് പ്രധാന ഉത്സവ ദിനങ്ങൾ. എന്നാൽ ചോറ്റാനിക്കരയിൽ മകം തൊഴലാണ് പ്രധാന ഉത്സവം. ഇതിന് പിന്നിലെ ഐതിഹ്യങ്ങളിലൂടെയാണ് ഇന്നത്തെ കഥയമമ്മ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഒരു യുഗം തൊഴുതാലും തീരാത്ത ദുരിതങ്ങൾ മകം തൊഴുതാൽ അന്ന് തീരും എന്നാണ്. ഇന്ന് വിശ്വപ്രസിദ്ധമായിട്ടുള്ള ചോറ്റാനിക്കര മകം ആണ്. ഈ കഥയിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് എല്ലാവർക്കും ഇവിടെ ഇരുന്നുകൊണ്ട് ഈ സന്ധ്യാസമയത്ത് ഭഗവതിയെ നമസ്കരിക്കാം. ലോകമാതാവായിട്ടുള്ള ആ ചോറ്റാനിക്കര അമ്മയെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ കഥയമമ്മയുടെ അധ്യായത്തിൽ ചോറ്റാനിക്കര മകത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. കേരളത്തിലെ ദുർഗാക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ദേവീക്ഷേത്രങ്ങളിൽ ഏറ്റവും ആദരണീയമായിട്ടുള്ള സ്ഥാനം അലങ്കരിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കര. ആ ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്ന സമയമാണിത്. കുംഭമാസത്തിൽ രോഹിണി നാളിൽ കൊടിയേറി ഉത്രം നാളിൽ അവസാനിക്കുന്ന തരത്തിലാണ് ഭഗവതിയുടെ ഉത്സവം ക്രമീകരിച്ചിട്ടുള്ളത്. ആ ഉത്സവ സമയങ്ങൾക്കിടയിൽ മകം നക്ഷത്രത്തിൽ മിഥുന ലഗ്നത്തിലാണ് ചോറ്റാനിക്കര മകം എന്ന് വിളിക്കപ്പെടുന്ന ആ ശുഭമുഹൂർത്തം, അല്ലെങ്കിൽ ദേവിയുടെ മക്കളെല്ലാവരും തന്നെ എത്രയോ നാളുകളായിട്ട് കാത്തിരിക്കുന്ന അമ്മയെ ആ തിരുവാഭരണങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട് ഗോളക ചാർത്തിക്കൊണ്ട് കാണാനുള്ള ആ അസുലഭ അവസരത്തിനായിട്ട് കാത്തിരിക്കുന്ന ആ മുഹൂർത്തം ഇന്നേ ദിവസമാണ്. ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. ഈ ഒരു ചടങ്ങിന് കാരണഭൂതനായിട്ട് വർത്തിച്ചിട്ടുള്ളത് വില്വമംഗലം സ്വാമിയാരാണ്. ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയുമായിട്ടൊരു കഥ നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് കണ്ണപ്പൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരാളുടെ ഉൽപ്പത്തിയുമായിട്ടാണ്.
അദ്ദേഹം കാരണമാണ് ഭഗവതിയുടെ ചൈതന്യം അവിടെ ഉണ്ടായത് എന്ന് പറയാറുണ്ട്. ഒരുപാട് നീച കൃത്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു ഈ കണ്ണപ്പൻ എന്ന് വിളിക്കപ്പെടുന്ന കാട്ടാളൻ. എന്നാൽ അദ്ദേഹം കാരണം ഭഗവതിയുടെ ചൈതന്യം അവിടെ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് അതിയായിട്ടുള്ള പശ്ചാത്താപം ഉണ്ടാവുകയും അദ്ദേഹം ഭഗവതിയോട് പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നാണ്, അമ്മയെ നന്നായിട്ടൊന്ന് ആരാധിക്കാനുള്ളൊരു അവസരം എനിക്ക് തരണേ എന്ന്. ആ സമയത്ത് ഭഗവതിയുടെ അരുളപ്പാടുണ്ടായി എന്നാണ്, അടുത്ത ജന്മത്തിൽ വളരെ സാത്വികമായിട്ടുള്ളൊരു ബ്രാഹ്മണ ജന്മം അങ്ങേക്ക് ലഭിക്കും, അങ്ങ് കാരണം എൻ്റെ മറ്റൊരു പ്രതിഷ്ഠ കൂടെ ഈ സ്ഥലത്ത് വന്നു ചേരും എന്ന് ഭഗവതി അനുഗ്രഹിച്ചു എന്നാണ്. ആ കണ്ണപ്പനാണത്രേ പിന്നീടുള്ള ജന്മത്തിൽ വില്ലുമംഗലം സ്വാമിയാരായിട്ട് ജനിച്ചത് എന്നാണ് സങ്കല്പം. അങ്ങനെയുള്ള ആ വില്ലുമംഗലം സ്വാമിയാർ ഈ ചോറ്റാനിക്കര മകം ദിവസം, അന്നേ ദിവസം ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ എത്തുകയും ഭഗവതിയെ കാണുന്നതിന് മുമ്പായിട്ട് കുളത്തിൽ ചെന്ന് ദേഹശുദ്ധി വരുത്താം എന്ന് കരുതി അദ്ദേഹവും ശിഷ്യന്മാരും അവിടെയുള്ള ആ കുളത്തിലേക്ക് ചെന്നു എന്നാണ്. അവരവിടെ കുളത്തിലേക്ക് ഇറങ്ങിയ സമയത്ത് സ്വാമിയാരുടെ കാൽപാദം ഏതോ ഒരു മൂർച്ചയുള്ള വസ്തുവിൽ തട്ടിയതുപോലെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. എന്താണത് എന്ന് പരിശോധിക്കാനായി അദ്ദേഹം ജലത്തിനടിയിലേക്ക് സഞ്ചരിക്കുകയും അതിമനോഹരമായിട്ടുള്ള എന്നാൽ അത്യധികം ക്രോധഭാവത്തോടു കൂടിയിട്ടുള്ള ഒരു കാളി വിഗ്രഹം അവിടെ വെച്ച് ആ ജലത്തിനടിയിൽ നിന്ന് അദ്ദേഹത്തിന് കണ്ടെടുക്കാൻ സാധിച്ചു എന്നാണ്. അദ്ദേഹം ആ വിഗ്രഹം കൊണ്ട് കരയിലേക്ക് വരുന്നു. കഴിഞ്ഞ ജന്മത്തിൽ അമ്മ കൊടുത്തിട്ടുള്ള വാക്കാണ്, ഈ ജന്മത്തിൽ നീ സാത്വികമായിട്ടുള്ള ഒരു ജന്മം ജനിക്കും, ആ സമയത്ത് എൻ്റെ മറ്റൊരു ചൈതന്യത്തെ നിനക്ക് പ്രതിഷ്ഠിക്കാനുള്ള അവസരം ലഭിക്കും എന്നുള്ളത്. അത് ആ അമ്മയുടെ അനുഗ്രഹമായിട്ട് കണ്ടുകൊണ്ട് കീഴ്ക്കാവിലെ ഭഗവതിയായിട്ട്, ഭദ്രകാളി അല്ലെങ്കിൽ മഹാകാളി സങ്കല്പത്തിലുള്ള ഭഗവതിയായിട്ട് ആ സമയത്താണ് ഈ കീഴ്ക്കാവിൽ അമ്മയെ വില്ലുമംഗലം സ്വാമിയാർ പ്രതിഷ്ഠിച്ചത് എന്നാണ് വിശ്വാസം. ഈ പ്രതിഷ്ഠ നടത്തിയ സമയത്ത് മേൽക്കാവിലെ ഭഗവതിയും ഒപ്പം തന്നെ ഭഗവതിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭർത്താവായിട്ടുള്ള നാരായണനുമായി ദേവി മേൽക്കാവിലെ ഭഗവതി ലക്ഷ്മി നാരായണ സ്വരൂപത്തിൽ ആ വില്ലുമംഗലം സ്വാമിയാർക്ക് ദർശനം കൊടുത്തു എന്നാണ്. ആ ദർശനം കൊടുത്ത സമയത്ത് ദേവി അണിയാത്ത ആഭരണങ്ങൾ ഉണ്ടായിരുന്നില്ല, ദേവിയുടെ മനോഹരമായിട്ടുള്ള പട്ടുചേല ഉണ്ടായിരുന്നു, ദേവിയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള തിലകങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ എന്തൊക്കെ അലങ്കാരങ്ങൾ അമ്മയ്ക്കുണ്ടോ അതൊക്കെ അണിഞ്ഞുകൊണ്ട് സർവാഭരണ വിഭൂഷിതയായിട്ടാണ് മിഥുന ലഗ്നത്തിലുള്ള ആ സമയത്ത് വില്ലുമംഗലം സ്വാമിയാർക്ക് ദേവിയും ഒപ്പം നാരായണനും ദർശനം കൊടുത്തത്. ആ ഒരു സന്ദർഭത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് ഇപ്പോഴും ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ മിഥുന ലഗ്നത്തിൽ മകം നക്ഷത്രം വരുന്ന സമയത്ത് ഏതാണ്ട് ഉച്ചപൂജ കഴിഞ്ഞൊരു 2 മണിയോളം സമയത്താണ് ആ ഭഗവതിയുടെ ശ്രീകോവിൽ തുറക്കുക. എത്രയോ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളാണ് ആ സമയത്ത് ഭഗവതിയെ കാണാനായിട്ട് അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവുക. അവർക്കൊക്കെ തന്നെ സർവാഭരണങ്ങളും അണിഞ്ഞുകൊണ്ട്, എന്തൊക്കെ ആഭരണങ്ങൾ തനിക്കുണ്ടോ അതൊക്കെ എടുത്ത് അണിഞ്ഞുകൊണ്ട് എൻ്റെ മക്കൾ എന്നെ ഏറ്റവും ഭംഗിയോടുകൂടി കണ്ട് സന്തോഷിക്കട്ടെ, അവരുടെ വിഷമങ്ങളൊക്കെ എന്നെ കാണുന്ന മാത്രയിൽ തന്നെ ഇല്ലാതാവട്ടെ, അവരുടെ എല്ലാ ദുരിതങ്ങളും ഈ മകൻ തൊഴുന്നതിലൂടെ ഞാൻ തീർത്തു കൊടുക്കും എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി ആ ചോറ്റാനിക്കര ഭഗവതി നമ്മളെയൊക്കെ കാത്ത് ഇന്ന് ആ ശ്രീകോവിലിനകത്ത് വിരാജിക്കുന്നുണ്ട്. എത്രയോ സ്ത്രീകൾ, പ്രത്യേകിച്ച് മകം തൊഴൽ വിശേഷമായിട്ട് സ്ത്രീകൾക്കും പൂരം തൊഴൽ വിശേഷമായിട്ട് പുരുഷന്മാർക്കുമാണ് ചോറ്റാനിക്കരയിൽ വിധി പറയാറുള്ളത്. മകം തൊഴുന്നത് സ്ത്രീകൾക്കാണ് കൂടുതൽ അഭികാമ്യം എന്നാണ്. അങ്ങനെയുള്ള ആ മകം തൊഴാൻ വേണ്ടി നിൽക്കുന്ന സ്ത്രീകൾക്ക് ഭഗവതി എന്തൊക്കെയാണ് കൊടുക്കുന്നത്? വിവാഹം കഴിയാത്ത പെൺകുട്ടികൾ മകം തൊഴുതു കഴിഞ്ഞാൽ അടുത്ത മകം നക്ഷത്രത്തിന് മുമ്പായിട്ട്, അടുത്ത മകം തൊഴലിന് മുമ്പായിട്ട് അവരുടെ വിവാഹം നടക്കും എന്നാണ് വിശ്വാസം. സുമംഗലികളായിട്ടുള്ള ആൾക്കാർ മകം തൊഴുതു കഴിഞ്ഞാൽ ദീർഘസുമംഗലികളായിട്ട് അവരുടെ ഭർത്താക്കന്മാർക്ക് എല്ലാ തരത്തിലുള്ള ആയുരാരോഗ്യ സൗഖ്യവും ഭഗവതി നൽകും എന്നും പറയുന്നു. ഇനി സന്താന സൗഭാഗ്യം ഇല്ലാത്ത ആളുകളാണെങ്കിലോ അവർക്ക് നല്ല സന്താനങ്ങളെ നൽകിക്കൊണ്ട് ഭഗവതി അനുഗ്രഹിക്കും. വിദ്യ കാംക്ഷിച്ചുകൊണ്ട് ഭഗവതിയെ സ്മരിക്കുന്ന ആളുകൾക്ക് നല്ല വിദ്യ നൽകി ഭഗവതി അനുഗ്രഹിക്കും. അങ്ങനെ ചോദിക്കുന്നത് എന്തും തരുന്ന തരത്തിലുള്ള രാജരാജേശ്വരി ആയിട്ടുള്ള ലക്ഷ്മി നാരായണ സ്വരൂപത്തിലുള്ള ഭഗവതിയാണ് മകം തൊഴലിൽ നമ്മൾ അവിടെ കാണുന്നത്. ഒരേ സമയം വില്ലുമംഗലം സ്വാമിയാർ താഴെ നടത്തിയ കാളി പ്രതിഷ്ഠയുടെ അവസരമായിട്ടും ഒപ്പം ആ സമയത്ത് ഭഗവതി അദ്ദേഹത്തിന് കൊടുത്ത ആ വിശേഷപ്പെട്ട ദർശനത്തിന്റെ സ്മരണ പുതുക്കലായിട്ടും ചോറ്റാനിക്കര മകം ഇന്നും ഭക്തജന ലക്ഷങ്ങൾ മനസ്സിൽ അമ്മയുടെ ആ മകം തൊഴൽ തൊഴുതുകൊണ്ടേയിരിക്കുന്നു. ഈ വിശേഷപ്പെട്ട അവസരത്തിൽ അമ്മയുടെ ഈ കഥ സ്മരിക്കുന്ന സമയത്ത് നമുക്കും അമ്മയുടെ ഏറ്റവും പവിത്രമായിട്ടുള്ള ആ നാമം അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. പലപ്പോഴും ചോദിക്കാറുണ്ട്, ഈ ഭഗവതിയെ നാരായണി എന്നല്ലേ വിളിക്കേണ്ടത്, എന്തുകൊണ്ടാണ് നാരായണ എന്നുള്ള ശബ്ദം കൊണ്ട് അവസാനിച്ചിരിക്കുന്നത് എന്ന്.
ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ മേൽക്കാവിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ലക്ഷ്മി നാരായണനാണ്. ഒരിക്കലും കരുതരുത് ആ ക്ഷേത്രത്തിനകത്തുള്ളത് ഭഗവതി മാത്രമാണെന്ന്. ഭഗവതിയോടൊപ്പം തന്നെ രുദ്രാക്ഷശിലയിൽ ഭഗവതിയും ഒരു കൃഷ്ണശിലയിൽ ഭഗവാനും നാരായണനും ഉണ്ട്. അതുകൊണ്ട് തന്നെ വിഷ്ണുദുർഗയായിട്ട് ലക്ഷ്മി നാരായണനായിട്ടാണ് മേൽക്കാവിലെ ഭഗവതിയെ കാണുന്നത്. അതുകൊണ്ട് അമ്മേ എന്നുള്ള ശബ്ദം കൊണ്ട് ദേവിയെയും നാരായണ എന്നുള്ള ശബ്ദം കൊണ്ട് ഭഗവാനെയാണ് അവിടെ അർച്ചിക്കുന്നത്. അങ്ങനെയുള്ള അമ്മയുടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള നാമം അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ എന്നുവരെ മേൽക്കാവിലും താഴെ വില്വമംഗലം പ്രതിഷ്ഠിച്ചിട്ടുള്ള ആ ഭഗവതിക്ക് ഭദ്രേ നാരായണ എന്നുള്ള നാമം കൊണ്ടും നമ്മൾ അർച്ചന നടത്തുന്നു. ഈ നാമങ്ങൾ സ്മരിക്കുന്നതിലൂടെ തന്നെ ചോറ്റാനിക്കര ഭഗവതിയുടെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ കുടുംബത്തിലുണ്ടാവും എന്നാണ് വിശ്വാസം. അതുകൊണ്ട് ഇന്നേ ദിവസം ചോറ്റാനിക്കര എത്താനൊന്നും ചിലപ്പോൾ എല്ലാവർക്കും സാധിച്ചോളണമെന്നില്ല. അതുകൊണ്ട് ഒട്ടും തന്നെ വിഷമിക്കേണ്ടതായിട്ടില്ല. ഇപ്പം ഇവിടെ ഇരുന്നുകൊണ്ട് ഇവിടെയാണ് നമ്മുടെ ചോറ്റാനിക്കര എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ശ്രീകോവിലിൽ ആ മകം തൊഴലിന് വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഭഗവതിയെ നന്നായിട്ട് സ്മരിച്ചുകൊണ്ട് അമ്മയുടെ ഈ ദിവ്യനാമങ്ങൾ ഉറക്കെ ചൊല്ലാൻ നമുക്ക് എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു കഥയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. ഇന്ന് തിങ്കളാഴ്ച ശിവപ്രീതിക്ക് ഉത്തമമായ ദിവസമാണ്. ശിവം ശിവകരം ശാന്തം, ശിവാത്മാനം ശിവോത്തമം, ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഇനി നമുക്ക് ക്ഷേത്രാങ്കണത്തിലെത്തി ദീപാരാധന കാഴ്ച കണ്ടു മടങ്ങാം. മനുഷ്യസഹജമായ സർവ്വദുഃഖങ്ങളും അമ്മയുടെ തിരുമുമ്പിൽ സമർപ്പിച്ച് നിർവൃതിയുടെ ഭക്തിരസം നുകരുകയാണ് ഭക്തജനങ്ങൾ ചോറ്റാനിക്കര ദേവി സന്നിധിയിൽ. കലികാലത്തിന്റെ ബാധാദോഷങ്ങളിലകപ്പെട്ട ജനത ഇത്തിരി സമാശ്വാസത്തിനായി അമ്മയെ ശരണം പ്രാപിച്ച് ഭജനമിരിക്കുന്നു. കൊച്ചിയിൽ നിന്നും ഏതാണ്ട് 18 കിലോമീറ്റർ തെക്കുകിഴക്കായാണ് ചോറ്റാനിക്കര ദേവീക്ഷേത്രം കുടികൊള്ളുന്നത്. വിഷ്ണുവിൻ്റെയും ദുർഗയുടെയും സാന്നിധ്യം കുടികൊള്ളുന്ന ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ പണ്ടുകാലത്ത് എടാട്ട് നമ്പൂതിരി കുടുംബമായിരുന്നു നിത്യപൂജകൾ നടത്തിയിരുന്നത്. കാലക്രമത്തിൽ എടാട്ട് ഇല്ലം അന്യം നിന്നപ്പോൾ ഇവിടുത്തെ ഊരായ്മ അയനിക്കാട് ഇല്ലത്തിന് വന്നു ചേർന്നു. ഇത് ഭജനമൂത്ത് ഊരായ്മയായതാണ് എന്ന് പഴയ കഥകൾ പറഞ്ഞു തരുന്നു. അയനിക്കാട്ടില്ലവും അന്യം നിന്നപ്പോൾ ക്ഷേത്രഭരണം 1065 കന്നിമാസത്തിൽ സർവ്വസ്വത്തുക്കളോടും കൂടി സർക്കാരിനെ ഏൽപ്പിക്കുകയായിരുന്നു. ചോറ്റാനിക്കര ദേവി പ്രതിഷ്ഠയിൽ രാവിലെ മൂകാംബിക സരസ്വതിയുടെ സാന്നിധ്യമുണ്ട് എന്നാണ് വിശ്വാസം. രാവിലെ ഇവിടുത്തെ ശിവേലി കഴിഞ്ഞ് സരസ്വതി ദേവി മൂകാംബികയിലേക്ക് പോകുമത്രേ. ബ്രഹ്മാവ്, മഹാവിഷ്ണു, ശിവൻ, ഗണപതി, സുബ്രഹ്മണ്യൻ, ശാസ്താവ് എന്നീ മൂർത്തികൾ ഇവിടെ ഉപദേവന്മാരായി പൂജിക്കപ്പെടുന്നു.
വില്ലുമംഗലം സ്വാമിയാർക്ക് ദർശനം കൊടുത്ത ആകൃതിയിലുള്ള ഗോളകയാണ് പ്രതിഷ്ഠാശിലയിൽ ചാർത്തുന്നത്. ചോറ്റാനിക്കരയമ്മ ശാന്തമൂർത്തിയും അഭീഷ്ടവരദായിനിയുമാണ്. ആധി, വ്യാധി, പ്രേതോപദ്രവങ്ങൾ മുതലായ ദുരിതങ്ങൾ കൊണ്ട് ക്ലേശം അനുഭവിക്കുന്നവർക്ക് അഭയകേന്ദ്രമാണ് ചോറ്റാനിക്കര. നിഷ്ഠയായ ഭജനാദികളോടെ അമ്മയെ പ്രാർത്ഥിച്ചാൽ ഇത്തരം ദുരിതങ്ങളിൽ നിന്നും മോചനമുണ്ടാകും എന്നാണ് അനുഭവം. രോഗവും ബാധാദോഷവും മാറുന്നതിനു വേണ്ടി തീർത്ഥക്കിണറ്റിലെ വെള്ളം, പഞ്ചഗവ്യഘൃതം, ഗുരുതി എന്നിവ ഇവിടെ പ്രധാനപ്പെട്ടവയാണ്. കീഴ്ക്കാവിൽ നടക്കുന്ന ഗുരുതി പൂജയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. പ്രതിഷ്ഠാസ്ഥാനത്തു നിന്ന് കിട്ടുന്ന മണ്ണ് കൂടിലാക്കി ധരിച്ചാൽ യാതൊരുവിധ ബാധാദോഷങ്ങളും ഉണ്ടാവുകയില്ലത്രേ. ശംഖ്, ചക്രം, വരദം, അഭയം എന്നീ 4 മുദ്രകളോടും കൂടിയാണ് ചോറ്റാനിക്കരയമ്മ ഭക്തജനങ്ങളെ അനുഗ്രഹിക്കുന്നത്. കൊച്ചി രാജകുടുംബം ചോറ്റാനിക്കരയമ്മയെ അവരുടെ കുലദൈവം എന്ന നിലയിലാണ് ആരാധിച്ചു പോന്നത്. ശ്രീമദ് ശങ്കരാചാര്യ സ്വാമികൾ ഇവിടെ തീർത്ഥാടനം നടത്തിയിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ആചാര്യസ്വാമികളുടെ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടാണ് ചോറ്റാനിക്കരയിൽ മൂകാംബിക ദേവിയുടെ സാന്നിധ്യം ഉണ്ടായതത്രേ. ദേവി ചൈതന്യം ആദ്യമായി പ്രത്യക്ഷപ്പെട്ട സ്ഥലം ശ്രീമൂലസ്ഥാനം എന്ന പേരിൽ ക്ഷേത്രത്തിൽ കാണാവുന്നതാണ്. ഈ തറയിൽ കാണുന്ന പവിഴമല്ലി ദേവിയുടെ ആവിർഭാവകാലം മുതൽ ഇവിടെ നിലനിൽക്കുന്നതാണ് എന്ന് വിശ്വസിച്ചു പോരുന്നു. ശ്രീകോവിലിന് മുന്നിലായി ജപമണ്ഡപവും വടക്കുഭാഗത്ത് പൂർണ്ണ പുഷ്കല സമേതനായി ശാസ്താവും സ്ഥിതി ചെയ്യുന്നു. ദേവിയുടെ അംഗരക്ഷകനും കാര്യസ്ഥനും എന്ന നിലയ്ക്കാണ് ഇവിടെ ശാസ്താവിൻ്റെ സ്ഥാനം. ബാധോപദ്രവകാരികളെ പന്തീരടി സമയത്ത് ശാസ്താവ് തുള്ളിച്ച് നട തുറക്കുന്ന സമയം ദേവീ സന്നിധിയിൽ സത്യം ചെയ്യിച്ച് കീഴ്ക്കാവിലമ്മയെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. കീഴ്ക്കാവിലമ്മ പിന്നീട് ആരെയും ഉപദ്രവിക്കാത്ത വിധം ബാധയെ പാലയിൽ ആണിയടിച്ച് ബന്ധിപ്പിക്കുന്നു. ചോറ്റാനിക്കരയിലെ ഉത്സവത്തിൽ ഉത്രം നാൾ ആറാട്ട് പ്രമുഖമാണ്.
ഉത്സവത്തിൽ മകം തൊഴൽ ഏറ്റവും പുണ്യമായി കണക്കാക്കുന്നു. ഉത്സവത്തിന് കൊടിയേറി 7-ാം നാളിലാണ് മകം തൊഴൽ. ചോറ്റാനിക്കര മകം എന്ന് ഇത് പ്രസിദ്ധമാണ്. മണ്ഡപത്തിൽ പാട്ട്, മുറജപം, 12,000 പുഷ്പാഞ്ജലി, അന്നദാനം എന്നിവ ഇവിടുത്തെ പ്രധാന വഴിപാടുകളാണ്. തികച്ചും നിഗൂഢമായ ആധ്യാത്മിക സാധനയുടെ തത്വം ഒളിഞ്ഞിരിക്കുന്ന ക്ഷേത്രാങ്കണമാണ് ചോറ്റാനിക്കര ദേവീ സന്നിധി. ഇവിടെ എത്തുന്ന ഭക്തർ തങ്ങളുടെ സകല പാപങ്ങളും കടന്ന് ശുദ്ധാന്തകരണരായി സായുജ്യം നേടുന്നു. സർവം സഹയായി സകലതിനെയും താങ്ങി നിർത്തുന്നവളാണ് ഭൂമി. ദാഹം മാറ്റിയും തീർത്ഥമായി ഒഴുകിയും സ്നാനം ചെയ്യുന്നവർക്ക് മോക്ഷം പകരുകയും ചെയ്യുന്നു ജലം. ഇവ രണ്ടും സഹനത്തിൻ്റെയും പരോപകാരത്തിൻ്റെയും പാഠം പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരാണ്. അതുപോലെയാകണം ഓരോ ജീവിതവും. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.